ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനവും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം. ഞാൻ എങ്ങനെയാ ഹണി ട്രാപ്പുകാരിയായത്? വേറെ കേസ് കൊടുത്തു എന്നാണ്. ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ്, പ്രതി കൊടുത്തത് എന്താ, വാദി കൊടുത്തത് എന്താ, എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെയ്യാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട്? ഇതാണ് സത്യാവസ്ഥ. ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ജസ്ന സലീമിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഒരു കൃഷ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ സൈബർ അറ്റാക്ക് അനുഭവിക്കേണ്ടി വന്നവളാണ് ജസ്ന സലീം. അപ്പോൾ ജസ്ന സലീം ഈ ഒരു ഇത് മാത്രമല്ല, ഈ ഒരു ചിത്രം കൃഷ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നെല്ലാം പുറത്താക്കപ്പെട്ടവളാണ് ജസ്ന സലീം. അതുപോലെ തന്നെ അതിൻ്റെ പുറകെ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ജസ്ന സലീം വന്നിരിക്കുന്നത്. ജസ്ന സലീം പീഡിക്കപ്പെട്ടു എന്നൊരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്ക് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. പേര് രതീഷ് കല്യാൺ എന്നാണ്. ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത്. അവന് ഹിന്ദു മതക്കാരനാണ്, അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ്. അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കേട്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇവന് ഡോക്ടർ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ കുട്ടീന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരിക്കൽ ഇവൻ എന്നോട് പറഞ്ഞു, വീട്ടിൽ കൺസൾട്ടിങ് നടത്തുന്നുണ്ട്, കുട്ടീന്റെ ട്രീറ്റ്മെന്റ് കുട്ടീന്റെ മുമ്പിൽ വെച്ചിട്ടോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റൂല, ഞാനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാനായിട്ട് കുട്ടിയെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നത്. അവിടെ അവന്റെ വീട്ടിലേക്ക്, നടുവട്ടം ഭാഗത്ത് അവന്റെ വീട്ടിലേക്ക് ഇവൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ബോർഡില്ല, ആൾക്കാർ പേഷ്യൻസ് ആരും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അന്നപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ആരെയും വിളിക്കാറില്ല, കാരണം മാനസിക രോഗത്തിന്റെ ഡോക്ടറാണല്ലോ, വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വയലന്റ് ആവുക എന്തെങ്കിലും ചെയ്താൽ അത് ഇഷ്യൂ ആവും, ഞാനിത് സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിച്ചത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് ഇവൻ അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്, അത് പുറത്ത് വിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ എന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചിത്രവര തുടങ്ങി 2019 ഫാമിലിയായിട്ട് അന്ന് വലിയ കണക്ഷൻ ഇല്ല. വാപ്പയുണ്ട് എന്നല്ലാതെ വലിയ വാപ്പയമ്മയുണ്ട് എന്നല്ലാതെ വേറെ ഫാമിലികൾ ആരും അംഗീകരിക്കുന്ന ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇവരൊക്കെ എന്ത് ചിന്തിക്കും, ഇവരെങ്ങനെ ഇത് കണക്കാക്കും? കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിലാണ് ഇത്രയും ഇത് ജോയിന്റ് ആയി പോകുന്നത് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ജസ്നാൻ്റെ മോൻക്ക് ഒരു ഇതുണ്ടായിരുന്നു, അസുഖം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മദ്രസയിലെ ഉസ്താദിൽ നിന്നും ഒരു അനുഭവം ഉണ്ടായി. അതിൽ ശേഷം ജസ്നയുടെ മോന് പല വൈകല്യങ്ങളും കാണിക്കാൻ തുടങ്ങി. അതുപോലെ മദ്രസയിൽ സ്കൂളിലൊക്കെ പോവാതിരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ആയ ചില കുട്ടികൾക്ക് ആ ഒരു ഇത് കാണിക്കും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നിംസ് ഹോസ്പിറ്റലിൽ നിന്നും ഒരാളുണ്ട്, ഒരു ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൽ നിന്നും ജസ്ന അറിയുന്നത്. അങ്ങനെയാണ് റോഷൻ എന്നൊരു ആളെ പരിചയപ്പെടുന്നതും ചികിത്സേൻ്റെ പേരിൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പരിചയപ്പെടില്ല. അങ്ങനെയാണ് റോഷനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരിക്കൽ റോഷൻ മോൻ്റെ ചികിത്സൻ്റെ ഒരു ഇത് പറഞ്ഞിട്ട് ആണ് ജസ്നയെ വീട്ടിൽ വിളിക്കുന്നതും അങ്ങനെ ക്രൂരമായ പീഡനത്തിന് ജസ്ന ഇരയാകുന്നതും. അപ്പോൾ അതെല്ലാം ജസ്ന ഒരു ഇൻ്റർവ്യൂവിലാണ് വെളിപ്പെടുത്തുന്നത്. ഒരു ന്യൂസ് ഇൻ്റർവ്യൂവിലാണ് ജസ്ന ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ എന്താണ് ജസ്ന ക്രൂരമർദ്ദനത്തിനിടയായി, ക്രൂരപീഡനത്തിനിരയായി. അങ്ങനെ സപ്പോർട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. എന്താണെന്ന് ചോദിച്ചാൽ വീട്ടുകാരുടെ സപ്പോർട്ടില്ല. ഇപ്പോൾ ഈ കൃഷ്ണൻ്റെ ചിത്രം വരച്ചത് കൊണ്ട് തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുടുംബക്കാരോ വീട്ടുകാരോ ആരും ജസ്നക്ക് സപ്പോർട്ട് ആയിട്ടില്ല. ജസ്നൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഗൾഫിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിക്ക് ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അത് ഈ ചിത്രം വരയുടെ ആസ്പദമാക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നു എന്നാണ് ജസ്ന പറയുന്നത്. അങ്ങനെയാണ് ഹണി ട്രാപ്പിൻ്റെ ഒരു ഇതും പറഞ്ഞിട്ട് റോഷൻ രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് റോഷൻ FIR തയ്യാറാക്കുന്നതും ജസ്നയെ പ്രതി ചേർക്കുന്നതൊക്കെ. അപ്പോൾ ആദ്യം പോലീസ് ജസ്നയുടെ ഭാഗത്ത് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് പോലീസെല്ലാം ഏതൊരു
രാഷ്ട്രീയക്കാരൻ മുഖേന റോഷൻക്ക് സപ്പോർട്ട് വന്നപ്പോൾ ഈ പോലീസുകാരെല്ലാം ജസ്നയെ സപ്പോർട്ട് ചെയ്യാതായി എന്നൊക്കെയാണ് പറയുന്നത്. അത് പിന്നെ ഹണി ട്രാപ്പ് എന്നുള്ള ഒരു ഇതാക്കി. ഇപ്പോൾ ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം ഒരു ഇതാണ് കേൾക്കേണ്ടി വന്നതെന്ന് നോക്കി ജസ്നക്ക് വല്ലാത്തൊരു ഇത് തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത്. സ്വാഭാവികമായിട്ട് മക്കളിനെ ഉപദ്രവിക്കുന്നു പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കില്ല. നമുക്ക് മക്കളാണല്ലോ വലുത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അന്ന് ജസ്ന ഒന്നും പ്രതികരിക്കാതിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു കൃഷ്ണൻ്റെ ചിത്രം വരച്ചു എന്നതിൻ്റെ പേരിൽ ഇത്രയും ക്രൂര പീഡനം അനുഭവിക്കേണ്ടി വന്നൊരു സ്ത്രീയാണ് ജസ്ന. അപ്പോൾ ജസ്ന പറയുന്ന കുറച്ച് വാക്കുകളൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. സ്ത്രീയുടെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്റെ മോന് 16 വയസ്സ് തൊട്ട് ഇക്ര ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓനൊരു സൈക്കോ പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞു. ആ തള്ളനെ വരെ ഇവൻ തല്ലിയിട്ടുണ്ട് എന്ന് ആ സ്ത്രീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ജസ്ന റോഷന്റെ ഉമ്മാനെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ റോഷൻ്റെ ഉമ്മയും പറയുന്നത് സഹകരണ ബാങ്കിലൊന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് പറയുന്നത്. അപ്പോൾ റോഷൻ്റെ ഉമ്മാക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവൻ എന്തോ അസുഖത്തിൻ്റെ പേരിൽ ഇവനും എന്തോ സൈക്കോ ആണെന്നാണ് പറയുന്നത്. ഇവനും ചികിത്സയിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റോഷൻ്റെ ഉമ്മാക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇതാണ് റോഷൻ്റെ ഉമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക, എവിടെ നിന്നും ഒരു സപ്പോർട്ടും കിട്ടാത്തൊരവസ്ഥയായി ജസ്നക്ക്. അങ്ങനെ ആ ഒരു സമയത്താണ് ഒരു കച്ചിത്തുരുമ്പില്ല, ഒരു സ്ത്രീക്ക് ഒരു കച്ചിത്തുരുമ്പും ഇല്ലാതിരിക്കുമ്പോൾ ആ ഒരു സ്ഥിതിയെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. അങ്ങനെ ആ ഒരു അവസ്ഥയായിരുന്നു ജസ്നയുടെ. ഒരുപാട് പീഡനങ്ങളും അതുപോലെ ഒരുപാട് ഇതും ഈ ഒരു കൃഷ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്നക്ക് സപ്പോർട്ടായിട്ട് കുറേ ഹിന്ദുവിലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടായിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുസ്ലിം ഇപ്പോൾ ജസ്നക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു മുസ്ലിം യുവതി കൃഷ്ണൻ്റെ ചിത്രം വരച്ചു എന്നതിന് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കൊടിയ പീഡനം അതുപോലെ തന്നെ സൈബർ അറ്റാക്കൊക്കെ ജസ്നക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിൽ ഇത്രയും ഇത് അനുഭവിക്കേണ്ടി വരുന്നത് ഒരു ഭയങ്കര ഒരു ഇത് തന്നെയാണ്. അത് ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ട് മാത്രം, മുസ്ലിം യുവതി വരച്ചു എന്നൊരു ഇതിൻ്റെ കൊണ്ട് മാത്രമാണ് ജസ്നക്ക് ഇത്രയും കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് ജസ്നക്ക് അനുഭവിക്കേണ്ടി വന്നു. അവളുടെ ആ ഒരു സാഹചര്യം കൊണ്ടാണ് അവൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ഇതുണ്ടാവില്ല, എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോൾ നമ്മൾ അതിൽ പിടിച്ച് കയറും. അങ്ങനെയാണ് ജസ്ന ചെയ്തത്. ജസ്നക്ക് അത്യാവശ്യം വരയ്ക്കാൻ അറിയാം. അപ്പോൾ കൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചപ്പോൾ അത്യാവശ്യം പുള്ളിക്കാരിക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി അത്യാവശ്യം ഫേമസ് ഒക്കെ ആയപ്പോൾ ഒരു കൂട്ടം ആളുകൾ ജസ്നയെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജസ്നക്ക് ഒരു തരത്തിലും ഇതാവാതെ ആരിന് സപ്പോർട്ട് ഇല്ലാതാകുമ്പോൾ നമുക്ക് എന്താണെങ്കിലും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോൾ അവൾ വേറെ ഒരു രീതിയിലും അവൾ തെറ്റിലോട്ട് പോയിട്ടില്ല. അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ പീഡിപ്പിക്കപ്പെട്ടത്. അവളായിട്ട് തെറ്റിലോട്ട് പോയിട്ടില്ല. അവൾ തന്നെ പറയേണ്ട ഹണി ട്രാപ്പിലൊന്നും അവർ പെടുത്തിയതാണ്. ഹണി ട്രാപ്പ് എന്നുള്ളൊരു സംഭവം അവൾ അങ്ങനെയുള്ള ഇതൊന്നും അവൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവരും കൂടെ അവളെ പെടുത്തുകയാണ് ചെയ്തത്. എന്താല്ലേ, ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പഴിയാണ്, ഒരു കൃഷ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പഴിയാണ് ജസ്ന കേൾക്കേണ്ടി വന്നത്. എന്നാലും വല്ലാത്ത ലോകം തന്നെയാണ്. അത് വരച്ചതിൻ്റെ പേരിൽ അതോടുകൂടി വിട്ടതാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. മകനെ ചികിത്സിക്കാൻ പോയതിൻ്റെ ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് അവൾക്ക് അത്രയും കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം അനുഭവിക്കാമോ അതെല്ലാം ജസ്ന അനുഭവിച്ചു കഴിഞ്ഞു. അത്രയും ആ ഒരു പ്രായത്തിൽ ജസ്ന അനുഭവിച്ചു. അവൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവൾ ഒറ്റയ്ക്ക് തന്നെ നേരിടുകയാണ് ചെയ്തത്. അതാണ് ഒരു പെണ്ണിൻ്റെ ആ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നതിൽ. ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിൽ ഇത്രയും ഇത് അനുഭവിക്കേണ്ട യാതൊരു ഇതില്ല. എവിടെ നിന്നും ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി ജസ്നക്ക്. എന്തായാലും ജസ്ന ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ജസ്നയെ ഇഷ്ടപ്പെടുന്ന, ജസ്നയുടെ വരയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. ജസ്നയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ജസ്ന ഇത്രയും ഇത് നേരിട്ട് ഇത്രയും തുറന്ന് പറയാൻ കാണിച്ച ആ ഒരു മനസ്സിന് എന്തായാലും ബിഗ് സല്യൂട്ട്. ജസ്ന ഇനിയും വരകളിലൂടെ എന്തായാലും ലോകം അറിയുന്നൊരു വനിതയായി മാറട്ടെ. എന്തായാലും നല്ലൊരു ഇത് ആശംസിക്കുന്നു. ജസ്നക്ക് എപ്പോഴും നല്ലൊരു ഇത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.